ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്ററായ സോഷ്യൽ സയൻസിലെ 5th ചാപ്റ്ററായ അവർ എർത്ത് അഥവാ നമ്മുടെ ഭൂമി എന്ന ചാപ്റ്ററിൻ്റെ നോട്ട്സ് ആണ്. ഓക്കെ കൂട്ടുകാരെ, ഇതിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയം ഒരുപോലെ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് ഈസ് ദ ടെമ്പറേച്ചർ ഇൻ ദ സെൻറ്റർ ഓഫ് ദ എർത്ത്സ് ഇൻറ്റീരിയർ? അതായത് ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? അത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. ആൻസർ എന്താണ്? 5500 ഡിഗ്രി സെൽഷ്യസ്. ദെൻ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ സെൻറ്റർ ഓഫ് ദ എർത്ത്? ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എത്രയാണ്? 6371 കിലോമീറ്റർ ആണ് അല്ലേ. ആൻസർ എന്താണ്? 6371 കിലോമീറ്റർ. ദെൻ ഹൗ ഡിഡ് വി ഗെറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്? അതായത് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? എങ്ങനെയൊക്കെയാണ്? യെസ്, ബൈ എക്സാമിനിങ് മെറ്റീരിയൽ ദാറ്റ് റീച്ച് ദ എർത്ത് സർഫേസ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻ. അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്. ദെൻ ഫ്രം ദി ഇൻഫോർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ്, അതുപോലെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്. ദെൻ ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് ക്വൈക്ക്, അതായത് ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെയാണ് നമുക്ക് ലഭിച്ചതെന്ന് നമ്മൾ കണ്ടെത്തിയല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ദ എർത്ത്സ് ഇൻറ്റീരിയർ? അതായത് ഭൂമിയുടെ ഉള്ളറയുടെ വിവിധ പാളികൾ, ലെയേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. 3 എണ്ണമാണല്ലേ. ഏതൊക്കെയാണ്? യെസ്, ക്രസ്റ്റ്, മാൻഡിൽ, കാമ്പ് അല്ലേ. അതായത് ഭൂവൽക്കം, മാൻഡില്, കാമ്പ്. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രസ്റ്റ്? അതായത് ക്രസ്റ്റിൻ്റെ അഥവാ ഭൂവൽക്കത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാമാണ്? യെസ്, ദ ക്രസ്റ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ്. അതായത് ഭൂവൽക്കത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് എന്ത്? യെസ്, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് എന്ത്? യെസ്, ഭൂവൽക്കത്തിൻ്റെ. അതായത് ഭൂവൽക്കത്തിൻ്റെ സവിശേഷതയല്ലേ, ഏറ്റവും പുറമേയുള്ള ഭാഗമാണ്. ഭൂവൽക്കം എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഏറ്റവും പുറമേയുള്ള ഭാഗമാണ്. തിൻ ലെയർ ഓഫ് ദ എർത്ത്, അതുപോലെ തന്നെ എർത്തിൻ്റെ നേർത്ത ഭാഗമാണ്, തിൻ ലെയറാണ്. ദെൻ മേഡപ്പ് ഓഫ് സോളിഡ് റോക്സ്. എങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്? യെസ്, ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമായ ഭാഗമാണ്. ദെൻ ദ ക്രസ്റ്റ് ഹാസ് 2 പാർട്സ്, നെയിംലി കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. അതായത് വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും എന്നിങ്ങനെ 2 ഭാഗങ്ങൾ ആർക്കുണ്ട്? യെസ്, ക്രസ്റ്റിനുണ്ട് അല്ലേ, ഭൂവൽക്കത്തിനുണ്ട്. ദ ആവറേജ് തിക്നെസ് ഈസ് അബൌട്ട് 30 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് തിക്നെസ് എത്രയാണ്? യെസ്, 30 കിലോമീറ്റർ ആണ്. ദെൻ ഇൻ മൗണ്ടൻ ഏരിയസ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഹാസ് എ തിക്നെസ് ഓഫ് അബൌട്ട് 70 കിലോമീറ്റേഴ്സ്. അതായത് ഈ മൗണ്ടൻ ഏരിയാസിലെ പർവ്വത പ്രദേശങ്ങളിൽ വൻകര ഭൂവൽക്കത്തിൻ്റെ കനം എന്ന് പറയുന്നത് യെസ് 70 കിലോമീറ്റർ ആണ്. ദെൻ ദ ആവറേജ് തിക്നെസ് ഓഫ് ദ ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് 5 കിലോമീറ്റേഴ്സ്. 5 കിലോമീറ്റർ ആണ് സമുദ്ര ഭൂവൽക്കത്തിൻ്റെ കനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാൻഡിൽ? അതായത് മാൻഡിലിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാൻഡിൽ എങ്ങനെയാണ്? യെസ്, മാൻഡിൽ ഇസ് ദ ലെയർ ബിലോ ദ ക്രസ്റ്റ്. അതായത് ഭൂവൽക്കത്തിന് ക്രസ്റ്റിന് താഴെയുള്ള ഭാഗമാണ് എന്ത്? യെസ്, മാൻഡിൽ എന്ന് പറയുന്നത് അല്ലേ. ദെൻ ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു അബൌട്ട് 2900 കിലോമീറ്റേഴ്സ്. 2900 കിലോമീറ്റർ വരെ ഇത് എന്ത് ചെയ്യുന്നു? യെസ്, വ്യാപിച്ച് കിടക്കുന്നു. ദെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ. ഇതെങ്ങനെയൊക്കെ ഇതിന് 2 ഭാഗങ്ങളുണ്ടാവുക? ഏതൊക്കെയാണ്? ഈ ശിലാമണ്ഡലം, അസ്തനോസ്ഫിയറും അല്ലേ. അതായത് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലം, അസ്തനോസ്ഫിയർ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ദെൻ അപ്പർ പാർട്ട് ഓഫ് ദ മാൻഡിൽ ഈസ് കോൾഡ് ലിത്തോസ്ഫിയർ. അപ്പോൾ എന്താണ് കൂട്ടുകാരി ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്? യെസ്, അപ്പർ പാർട്ട് ഓഫ് മാൻഡിൽ അല്ലേ. അതായത് ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? യെസ്, ശിലാമണ്ഡലം എന്ന് പറയുന്നത്. Then the part below the lithosphere, which is molten state due to the melting of rock particles, മാഗ്മ ഈസ് നോൺ ആസ് എസ്തനോസ്ഫിയർ. അതായത് ഈ ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് ഏത്? യെസ്, അസ്തനോസ്ഫിയർ. ദെൻ അസ്തനോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗം എങ്ങനെയാണ്? യെസ്, ഖരാവസ്ഥയിലാണ്. ദ പോർഷൻ ബിലോ ദ അസ്തനോസ്ഫിയർ ഈസ് ഇൻ സോളിഡ്
സ്റ്റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സവിശേഷതകൾ നോക്കുന്നത് കോറിൻ്റെയാണ്, അതായത് കാമ്പിൻ്റെ സവിശേഷതകളാണ് നോക്കുന്നത്. എന്തെല്ലാമാണ് കാമ്പിൻ്റെ സവിശേഷതകൾ? യെസ്, ദ കോർ ഇസ് ദ പാർട്ട് ബിലോ ദ മാൻഡിൽ. മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് എന്ത്? യെസ്, കാമ്പ് എന്ന് പറയുന്നത്. ദ കോർ ഈസ് മെയിൻലി മെയ്ഡ് ഓഫ് പോപ്പ് മെറ്റൽ ലൈക്ക് നിക്കൽ ആൻഡ് അയേൺ. അപ്പം ഏതൊക്കെ മെറ്റൽസ് ആണ്? നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതായ ഇതിനെ എന്ത് പറയുന്നുണ്ട്? യെസ്, നിഫെ എന്ന പേരിലും അറിയപ്പെടുന്നു. ദ കോർ ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽ ലൈക്ക് നിക്കൽ ആൻഡ് അയൺ, ഹെൻസ് ദ കോർ ഈസ് ഓൾസോ നോൺ ആസ് നിഫെ. Then it is divided into outer core and inner core. The outer core is in liquid state while the inner core is in solid state. ദ്രാവകാവസ്ഥയിലുള്ള പുറക്കാമ്പ്, ഖരാവസ്ഥയിലുള്ള അകക്കാമ്പ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. The temperature in the inner core is about 5500 degrees Celsius. അതായത് ഈ അകക്കാമ്പിൻ്റെ ചൂട് ഏകദേശം എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? യെസ്, 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയർ പറഞ്ഞാൽ അന്തരീക്ഷം അല്ലേ. അപ്പോൾ അന്തരീക്ഷം എന്നാൽ എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അന്തരീക്ഷം കൂട്ടുകാരെ? യെസ്, അറ്റ്മോസ്ഫിയർ ഈസ് ദ ഗേഷ്യസ് ബ്ലാങ്കറ്റ് ദറ്റ് കവേഴ്സ് ദ എർത്ത്. അതായത് ഭൂമിയെ ആവരണം ചെയ്യുന്നൊരു വാതക പുതപ്പാണ് എന്തെന്ന് പറയുന്നത്? യെസ്, അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷം എന്താണ്? യെസ്, അറ്റ്മോസ്ഫിയർ ഈസ് ദ ഗേഷ്യസ് ബ്ലാങ്കറ്റ് ദറ്റ് കവേഴ്സ് ദ എർത്ത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻ? അതായത് വാട്ട് ഡസ് ദ അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻ? അതായത് അന്തരീക്ഷത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? എന്തെല്ലാമാണുള്ളത്? യെസ്, നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, ക്സിനോൺ, ഹൈഡ്രജൻ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ മോളിക്യൂൾസ്. അതായത് നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ആർഗൺ, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ തുടങ്ങിയ വാതകങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റെന്തൊക്കെയുണ്ട്? യെസ്, പൊടിപടലങ്ങളും ജലാംശവും ഉണ്ടല്ലേ. പൊടിപടലങ്ങളും ജലാംശവും അടങ്ങിയിരിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ്മോസ്ഫിയർ ഈസ് പ്രസൻറ്റ് അപ് ടു ഹൗ മെനി കിലോമീറ്റേഴ്സ് എബോവ് ദ എർത്ത് സർഫേസ്? അതായത് ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്? എത്രയാണ്? യെസ്, നോക്കൂ, 10,000 കിലോമീറ്റർ ആണല്ലേ. ഓക്കെ, ആൻസർ എന്താണ്? 10,000 കിലോമീറ്റർ. ദെൻ വിച്ച് ഗേസസ് പ്ലേ എ മേജർ റോൾ ഇൻ സസ്റ്റെയിനിങ് ലൈഫ് ഓൺ എർത്ത്? അതായത് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? നമുക്ക് മെയിനായിട്ട് നമുക്കറിയാം ഓക്സിജൻ ആണല്ലേ. ദെൻ കാർബൺ ഡൈ ഓക്സൈഡും, കാർബൺ ഡൈ ഓക്സൈഡും. ദെൻ വിച്ച് ഈസ് ദ മോസ്റ്റ് അബൻഡൻറ്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? അതായത് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കൂട്ടുകാരെ? നൈട്രജൻ ആണല്ലേ. എത്ര പെർസെൻറ്റേജ് ആണുള്ളത്? യെസ്, 78% ആണ്. ദെൻ നൈട്രജൻ ആൻഡ് ഓക്സിജൻ ടുഗദർ കംപ്രൈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷൻ? അതായത് നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംരചനയുടെ എത്ര ശതമാനം ഉൾക്കൊള്ളുന്നു എന്നാണ് ചോദിച്ചത്. എത്രയാണ്? യെസ്, 99% ആണ്. 99% ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ അറ്റ്മോസ്ഫിയറിക് എയർ? അന്തരീക്ഷ വായുവിലുള്ള ഓക്സിജന്റെ അളവെന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? അതെ, 21%. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഇവാപറേഷൻ? അതായത് ബാഷ്പീകരണം എന്നാൽ എന്തെന്നാണ് ചോദിച്ചത്. എന്താണ് കൂട്ടുകാരി ബാഷ്പീകരണം? ഇസ് ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ ഫ്രം ദ എർത്ത് സർഫേസ് ഹീറ്റഡ് ബൈ ദ സൺ ആൻഡ് റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ ആസ് വേപ്പർ ഈസ് കോൾഡ് ഇവാപറേഷൻ. അതായത് സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എബൌട്ട് ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം ദ എർത്ത് സർഫേസ് ഇസ് ദ പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ? അതായത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ എന്നാണ് ചോദിച്ചത്. എത്രയാണ്? അതെ, 90 കിലോമീറ്റർ ആണല്ലേ. ആൻസർ എന്താണ്? 90 കിലോമീറ്റർ. ദെൻ ഹൗ ആർ ക്ലൗഡ്സ് ഫോംഡ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ആർ ക്ലൗഡ്സ് ഫോംഡ്? മേഘങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് കൂട്ടുകാരി മേഘങ്ങൾ രൂപപ്പെടുന്നത്? യെസ്, വാട്ടർ വേപ്പർ കണ്ടൻസസ് അറൗണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ടു ഫ്രം ഫോം ക്ലൗഡ്സ്. എന്താണ്? വാട്ടർ വേപ്പർ കണ്ടൻസ് അറൗണ്ട് ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ടു ഫോം ക്ലൗഡ്സ്. അതായത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ
രൂപപ്പെടുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ കോൾഡ് ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലൈ, അതായത് ഘനീകരണ ബർമ്മങ്ങൾ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? യെസ്, ഫൈൻഡേഴ്സ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെയാണല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് പാർട്ടിക്കിൾസ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ, ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിലെ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അഥവാ പൊടിപടലങ്ങൾ എത്തുന്നത്? എങ്ങനെയൊക്കെയാണ്? യെസ്, കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അതായത് ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ്. അതുപോലെ തന്നെ കമ്മിങ് ഔട്ട് ഡ്യൂറിങ് വോൾഗാനിക് ഇറപ്ഷൻസ്, അതായത് അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ. ദെൻ ആഷ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മെറ്റേഴ്സ്, അതായത് ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ഇൻ സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്, അതായത് ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയെല്ലാമാണ്? യെസ്, കോസസ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന, അതായത് കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് എന്താകുന്നുണ്ട്, കാരണമാകുന്നുണ്ടല്ലേ. ദെൻ പ്രൊട്ടക്ട്സ് ഫ്രം ഹാംഫുൾ സൺറൈസ്, ഹാനികരമായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. എന്തൊക്കെയാണ് അപ്പം? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു, ഹാനികരമായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു, കോസസ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന ആൻഡ് പ്രൊട്ടക്ട്സ് ഫ്രം ഹാംഫുൾ സൺറൈസ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് അറ്റ്മോസ്ഫിയറിക് എയർ ഹെൽപ്പ് സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്, അതായത് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് അന്തരീക്ഷ വായു എങ്ങനെയെല്ലാം സഹായകമാകുന്നു? എങ്ങനെയെല്ലാമാണ്? യെസ്, അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നല്ലേ, കോസസ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന. അതുപോലെ തന്നെ എന്താണ്? ദോഷകരമായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു, പ്രൊട്ടക്ട്സ് ഫ്രം ഹാംഫുൾ സൺറൈസ്. ദെൻ ഭൂമിയുടെ ഒരു പുതപ്പ് പോലെ പ്രവർത്തിക്കുന്നു, ആക്ട്സ് ലൈക്ക് എ ബ്ലാങ്കറ്റ് ഓഫ് എർത്ത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് അറ്റ്മോസ്ഫിയറിക് വാട്ടർ പാർട്ടിക്കിൾസ് ഹെൽപ്പ് സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്, അതായത് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് അന്തരീക്ഷത്തിലെ ജലാംശം എങ്ങനെയെല്ലാം സഹായകമാകുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയെല്ലാമാണ്? യെസ്, വാട്ടർ സൈക്കിൾ, ജലചക്രം. അതുപോലെ തന്നെ എന്താണ്? യെസ്, ടെമ്പറേച്ചർ കൺട്രോൾ, താപനില നിയന്ത്രണം. ദെൻ സസ്യജീവിതത്തെ പിന്തുണയ്ക്കുന്നു, സപ്പോർട്ട്സ് പ്ലാന്റ്സ് ലൈഫ്. അതുപോലെ റെയിൻ അല്ലേ, മഴ. ദെൻ എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ചോദ്യം. ഹൗ ഡു ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്, അതായത് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ എങ്ങനെയെല്ലാം സഹായകമാകുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയെല്ലാമാണ്? യെസ്, കൺട്രോൾ ഓഫ് ഹീറ്റ് സ്ട്രോക്ക് അല്ല, അതായത് വെയിൽ ചൂടിൻ്റെ നിയന്ത്രണം. ദെൻ ഫോർമേഷൻ ഓഫ് ക്ലൗഡ്സ്, അതായത് മേഘങ്ങളുടെ രൂപീകരണമല്ലേ. ദെൻ ഹെൽപ്സ് ഇൻ പ്രസിപ്പിറ്റേഷൻ, അതായത് മഴയുണ്ടാകുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, ഇത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. അന്തരീക്ഷ മലിനീകരണം എന്നാൽ എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരെ അന്തരീക്ഷ മലിനീകരണം? യെസ്, ദ മിക്സിംഗ് അപ്പ് ഓഫ് സ്മോക്ക്, ടോക്സിക് ഗേസസ് ആൻഡ് അതർ കെമിക്കൽസ് ഈസ് ഇൻ ദ എയർ ദാറ്റ് ആൾട്ടേഴ്സ് ദ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. അപ്പോൾ എന്താണ് കൂട്ടുകാരെ ഈ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്ന് പറയുന്നത്? യെസ്, അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ ആ പുകയും വിഷവാതകങ്ങളും മറ്റു രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് എന്ത്? യെസ്, അന്തരീക്ഷ മലിനീകരണം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, വാട്ട് ആക്ടിവിറ്റീസ് കോസ് എയർ പൊല്യൂഷൻ, അതായത് എയർ പൊല്യൂഷന് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കാരണമാകുന്നത്? എന്തെല്ലാമാണ്? യെസ്, ദി എക്സസീവ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, അതായത് ഫോസിൽ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം. ദെൻ എക്സസീവ് യൂസ് ഓഫ് ഓട്ടോമൊബൈൽസ്, വാഹനങ്ങളുടെ ഉപയോഗം. അതുപോലെ തന്നെ എന്താണ്? എക്സസീവ് യൂസ് ഓഫ് ഓട്ടോമൊബൈൽസ്. ദെൻ എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, കാർഷിക പ്രവർത്തനങ്ങളിൽ കീടനാശിനികളുടെ അമിതമായ ഉപയോഗം. ദെൻ ഡിസ്ചാർജ് ഓഫ് വേസ്റ്റ് ഫ്രം ഫാക്ടറീസ്, ഫാക്ടറികളിൽ നിന്ന് മാലിന്യം പുറന്തള്ളുന്നത്. ദെൻ മൈനിങ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ എന്ത് കാരണമാകുന്നുണ്ട്? ഖനന പ്രവർത്തനങ്ങളല്ലേ. യെസ്, മൈനിങ് ആക്ടിവിറ്റീസ്. ഓക്കെ, ദെൻ 26ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് കോസസ് ദ ലെവൽ ഓഫ് എയർ പൊല്യൂഷൻ ടു ഇൻക്രീസ് ഇൻ ഇൻഡസ്ട്രിയൽ സിറ്റീസ്, അതായത് വ്യവസായ നഗരങ്ങളിൽ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് കൂടുതലാക്കാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യെസ്, ദ എക്സസീവ് യൂസ് ഓഫ് വെഹിക്കിൾസ്, അതായത് വാഹനങ്ങളുടെ അമിത ഉപയോഗമല്ലേ.
ഈ വ്യവസായ നഗരങ്ങളിലൊക്കെ അന്തരീക്ഷ മലിനീകരണം കൂടുന്നതിനുള്ള കാരണം എന്താണ്? എക്സസീവ് യൂസ് ഓഫ് വെഹിക്കിൾ, ദെൻ എക്സസീവ് യൂസ് ഓഫ് ഫ്ലോറോ കാർബൺ ഗേസസ്, അതായത് CFC അല്ലേ. ദെൻ പോപ്പുലേഷൻ ഗ്രോത്ത്, ഡിഫോറസ്റ്റേഷൻ, അതായത് ഫ്ലോറോ കാർബൺ വാതകങ്ങളുടെ അമിത ഉപയോഗം, അതുപോലെ തന്നെ ജനസംഖ്യാ വർധനവ്, നശീകരണം ഇത്രയും കാരണങ്ങൾ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? excessive use of vehicles, then excessive use of chlorofluorocarbon gases, then population growth, deforestation. Okay, the next question നോക്കാം. What can we do to avoid air pollution? അവോയ്ഡ് ചെയ്യാനല്ലേ, എയർ പൊല്യൂഷൻ ഒഴിവാക്കുന്നതിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും? നമുക്ക് വനവൽക്കരണം നടത്താമല്ലേ, അതായത് അഫോറസ്റ്റേഷൻ. ദെൻ ബൈ യൂസിങ് സോളാർ എനർജി, സൗരോർജ്ജം ഉപയോഗിക്കുന്നതിലൂടെ. ദെൻ ബൈ യൂസിങ് ബൈസിക്കിൾ, സൈക്കിളുകൾ ഉപയോഗിക്കുന്നതിലൂടെ. ബൈ ഇൻക്രീസിങ് ദ യൂസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിലൂടെ. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതായത് അന്തരീക്ഷ പാളികൾ ഏതെല്ലാമാണ്? യെസ്, ഓൺ ദ ബേസ് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് ദ അറ്റ്മോസ്ഫിയർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 5 ഡിഫറെൻറ്റ് ലെയേഴ്സ്, നെയിംലി എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മെസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ ആൻഡ് ട്രോപ്പോസ്ഫിയർ. അതായത് താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? യെസ്, എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മെസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രോപ്പോസ്ഫിയർ? ട്രോപ്പോസ്ഫിയറിൻ്റെ സവിശേഷതകളാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം നമുക്ക്? യെസ്, ഈസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ, അതായത് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. ദെൻ ദ ആവറേജ് ഹൈറ്റ് ഈസ് അപ് ടു 13 കിലോമീറ്റർ ഫ്രം ദ സർഫേസ് ഓഫ് ദ എർത്ത്, അതായത് ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്ററാണ്? യെസ്, 13 കിലോമീറ്റർ വരെയാണ് ഉയരം. ഇറ്റ് ഈസ് അബൌട്ട് 8 കിലോമീറ്റർ ഹൈ at the polar region and 18 കിലോമീറ്റർ ഹൈ അറ്റ് ദ ഇക്വേറ്റർ, അതായത് ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണ് ഇതിനുള്ളത്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് നോർമൽ ലാപ്സ് റേറ്റ്? അതായത് ക്രമമായ താപനഷ്ട നിരക്ക് എന്നാൽ എന്താണെന്ന് ചോദിച്ചില്ല. എന്താണ് കൂട്ടുകാരെ? യെസ്, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസ് ഇൻ ദ ട്രോപ്പോസ്ഫിയർ അറ്റ് ദ റേറ്റ് ഓഫ് ഡിഗ്രി സെൽഷ്യസ് ഫോർ എവരി 165 മീറ്റർ എബോവ് ഓൺ എർത്ത് സർഫേസ്. ദിസ് ഈസ് കോൾഡ് എന്താണ്? യെസ്, നോർമൽ ലാപ്സ് റേറ്റ്. അതായത് ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില ട്രോപ്പോസ്ഫിയറിൽ കുറയുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റീസൺ വൈ ഇറ്റ് ഈസ് കോൾഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? യെസ്, അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? യെസ്, അറ്റ്മോസ്ഫിയറിക് ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ ആൻഡ് വിൻഡ് occur here, and that is why the troposphere is called the most important layer of the atmosphere, layer of the atmosphere. അതായത് മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് ട്രോപ്പോസ്ഫിയറിൻ്റെ അന്തരീക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ദ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ലൈക്ക് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ എക്സെട്ര ഫീൽ കോൾഡ്? അതായത് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങി ഉയർന്ന പ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരെ കാരണം? ആസ് ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ആൾട്ടിറ്റ്യൂഡ്, അതായത് എന്താണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നതിനാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നതിനാൽ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്ട്രാറ്റോസ്ഫിയർ? അതായത് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? യെസ്, ഈസ് ദ അറ്റ്മോസ്ഫിയറിക് ലെയർ ജസ്റ്റ് എബോവ് ദ ട്രോപ്പോസ്ഫിയർ, അതായത് ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത്. ദ ആവറേജ് ഹൈറ്റ് ഈസ് അപ് ടു 50 കിലോമീറ്റർ ഫ്രം എർത്ത് സർഫേസ്, അതായത് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം.
then temperature increases after a certain height in the stratosphere. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? താപം വർദ്ധിച്ചു വരുന്നു. The ozone layer is found at an altitude of about 25 kilometer above the surface. ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലായി ഓസോൺ പാളി കാണപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളല്ലേ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ സവിശേഷതകളായി നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എ നോട്ട് ഓൺ ഓസോൺ വിച്ച് പ്രൊട്ടക്ട്സ് എർത്ത് ആസ് എ ഷീൽഡ്. അതായത് ഭൂമിയുടെ രക്ഷാകവചമായി സംരക്ഷിക്കുന്ന ഓസോണിനെ കുറിച്ച് കുറിപ്പെഴുതുക. The presence of ozone gases in the atmosphere protects the earth by blocking harmful ultraviolet rays ഫ്രം ദ സൺ. അതായത് സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് അൾട്രാ വയലറ്റ് റേസ് ഓൺ എർത്ത്? അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുക എന്നാണ് ചോദിച്ചത്. എന്തെല്ലാം ദോഷങ്ങളാണ്? യെസ്, കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ, അതായത് ആഹാര ശൃംഖലയുടെ തകർച്ച. ദെൻ ക്രോപ്പ് ഡാമേജ്, കൃഷിനാശം. ദെൻ സ്റ്റണ്ണിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, സസ്യവളർച്ച മുരടിക്കൽ. ദെൻ ഏർലി ഏജിങ്, ബ്ലൈൻഡ്നെസ്, അകാല വാർദ്ധക്യം. ഏർലി ഏജിങ് അതായത് അകാല വാർദ്ധക്യം. ദെൻ ബ്ലൈൻഡ്നെസ്, അന്ധത. ദെൻ കാട്രാക്ട്, സ്കിൻ, കാട്രാക്ട് ഉണ്ടാവും, തിമിരം ഉണ്ടാവും. ദെൻ സ്കിൻ ക്യാൻസർ, അല്ലെ ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. അപ്പോൾ എന്തൊക്കെയാണ്? കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ, ദെൻ ക്രോപ്സ് ഡാമേജ്, സ്റ്റണ്ണിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, ദെൻ ഏർലി ഏജിങ്, ബ്ലൈൻഡ്നെസ്, കാട്രാക്ട് എന്ന് പറഞ്ഞാൽ തിമിരം, അല്ലേ. ദെൻ സ്കിൻ ക്യാൻസർ, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മീസോസ്ഫിയർ? മീസോസ്ഫിയറിൻ്റെ സവിശേഷതകളാണ് അടുത്തായിട്ട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? എക്സ്റ്റെൻസ് അബൌട്ട് 50 കിലോമീറ്റർ ടു 80 കിലോമീറ്റർ അബൌവ് ദ അറ്റ്മോസ്ഫിയർ. അതായത് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ദെൻ ഹീറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ആൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുന്തോറും താപം കുറയുന്നു. ദെൻ ദ ടെമ്പറേച്ചർ ഡ്രോപ്സ് ടു -100 degrees Celsius by the time it reaches about 80 kilometer above the surface of the earth. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. ദെൻ ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഹിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില ഇവിടെ അനുഭവപ്പെടുന്നു. ദെൻ ദിസ് ഈസ് വെർ മെറ്റേഴ്സ് ദാറ്റ് റീച്ച് ദ എർത്ത് സർഫേസ് ബേൺ അപ്പ്. അതായത് ഭൗമോപരിതലത്തിലേക്ക് കടന്നെത്തുന്ന ഉൾക്കകൾ കത്തിച്ചാരമാകുന്നത് ഇവിടെ വെച്ചാണ്. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തെർമോസ്ഫിയർ? നെക്സ്റ്റ് ചോദ്യം എന്താണ്? തെർമോസ്ഫിയറിൻ്റെ സവിശേഷതകളാണല്ലേ എഴുതേണ്ടത്. എന്തൊക്കെയാണ്? ലൊക്കേറ്റഡ് എബൌട്ട് 80 to 400 കിലോമീറ്റർ എബോവ് ദ മിസോസ്ഫിയർ. മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആസ് ദ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് സോ ഡസ് ദ ടെമ്പറേച്ചർ. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. ദ ലോവർ പാർട്ട് ഈസ് കോൾഡ് അയണോസ്ഫിയർ. അതായത് താഴ്ഭാഗത്തെ എന്ത് പറയുന്നു? അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ദെൻ എക്സോസ്ഫിയറിൻ്റെ സവിശേഷതകളാണ് ചോദിച്ചത്. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സോസ്ഫിയർ? ദ അപ്പർമോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള പാളി. ദ ലൊക്കേറ്റഡ് അബൌട്ട് 400 കിലോമീറ്റർ എബോവ് ദ എർത്ത് സർഫേസ്. ഭൗമോപരിതലത്തിൽ 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. ദ പ്രസൻസ് ഓഫ് എയർ മോളിക്യൂൾസ് ഇൻ ദ അറ്റ്മോസ്ഫറിക് ലെയർ ഗ്രാജുവലി ഡിക്രീസ് ആൻഡ് ബിക്കംസ് പാർട്ട് ഓഫ് സ്പേസ്. അതായത് അന്തരീക്ഷപാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞുവന്ന് ബഹിരാകാശത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. അതിൻ്റെയും നോട്ട്സ് നമ്മൾ ക്ലിയറായി നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.